ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. സംരംഭക കോൺക്ലേവ് തൃശൂരിൽ നടന്നു. വനിതാ വ്യവസായ സംരംഭകർക്ക് മാത്രമായി സംസ്ഥാനത്ത് പിങ്ക് പാർക്കുകൾ തുടങ്ങുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ മുത്തശ്ശിക്കും പേരക്കുട്ടിക്കും ദാരുണാന്ത്യം. 2.5 വയസ്സുകാരി ഹേമശ്രീ, മുത്തശ്ശി അസ്ല എന്നിവരാണ് മരിച്ചത്. ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ശ്രമത്തിനിടെ കാട്ടാന ചവിട്ടുകയായിരുന്നു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ മകനെതിരെ പരാതിയുമായി അനിൽ അക്കര. കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇഡിക്ക് കത്ത് നൽകി. മുഖ്യമന്ത്രിയുടെ മകന് നൽകിയ ഇഡി നോട്ടീസ് സൈറ്റിൽ ചെയ്തത് BJP CPM ബാധവിന്റെ ഭാഗമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ ഗോകുൽ ചരിഞ്ഞു. കൊയിലാണ്ടിയിൽ ഉത്സവ എഴുന്നള്ളിപ്പിനിടെ കൂട്ടാനയുടെ കുത്തേറ്റതിനെ തുടർന്ന് അവശനായി. അയ്യന്തോൾ കളക്ടറേറ്റ് പരിസരത്തെ പക്ഷിശല്യത്തെക്കുറിച്ച് പരിശോധിക്കുന്നതിനായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. അയ്യന്തോൾ ജനകീയ സമിതിയുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. തൃശൂർ മുക്കാട്ടുകരയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ദിവസങ്ങളേറെയായിട്ടും നടപടി സ്വീകരിക്കാതെ അധികൃതർ. പ്രതിഷേധവുമായി നാട്ടുകാർ. വാർത്തകൾ വിശദമായി. വിഷൻ 2031 ഭാഗമായി സ്ത്രീ വ്യവസായ സംരംഭകർക്ക് വേണ്ടി മാത്രമായി സംസ്ഥാനത്ത് പിങ്ക് പാർക്കുകൾ തുടങ്ങുമെന്നും കിൻഫ്രയെ അതിനായി ചുമതലപ്പെടുത്തുമെന്നും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പ് പുഴയ്ക്കൽ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച കേരള വുമൺ ഓൺട്രപ്രണേഴ്സ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകളുടെ സംരംഭമാണ് നാടിന്റെ ഭാവി. വ്യവസായത്തിന് അനുയോജ്യമായ ഇടമാണ് കേരളമെന്ന് അപൂർവം പേരൊഴികെ സമ്മതിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഒരു വർഷം 50,000 പുതിയ സംരംഭകർ എന്ന ലക്ഷ്യത്തിന് പകരം 3 വർഷം കൊണ്ട് 3.5 ലക്ഷത്തിലേറെ പുതിയ സംരംഭകർ സംസ്ഥാനത്തിലുണ്ടായി. ഇതിൽ 1/3 സ്ത്രീകൾ സംരംഭകരാണെന്നത് ഈ രംഗത്തെ സ്ത്രീ മുന്നേറ്റമാണ് കാണിക്കുന്നതെന്നും മന്ത്രി രാജീവ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹാനിഷ്, വ്യവസായ വകുപ്പ് മന്ത്രി ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആനി ജൂല തോമസ്, BPT എക്സിക്യൂട്ടീവ് ചെയർമാൻ K അജിത് കുമാർ, MSM ജോയിന്റ് ഡയറക്ടർ ES പ്രകാശ്, KSSIA വുമൺ കോർഡിനേറ്റർ ഡോക്ടർ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. വാൽപ്പാറയിൽ പൊള്ളാച്ചി റോഡിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മുത്തശ്ശിക്കും പേരക്കുട്ടിക്കും ദാരുണാന്ത്യം. ഉമ്മാണ്ടിമുക്ക് എസ്റ്റേറ്റിൽ തൊഴിലാളിയായ മാരിമുത്തുവിന്റെ മകൾ 2.5 വയസ്സുകാരി ഹേമശ്രീ, മാരിമുത്തുവിന്റെ അമ്മ 55 വയസ്സുള്ള അസ്ല എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഇവർ താമസിക്കുന്ന ലയത്തിലെത്തിയ കാട്ടാനകൾ വീട് ആക്രമിക്കുകയായിരുന്നു. തുമ്പിക്കൈ കൊണ്ട് വീടിന്റെ പിൻഭാഗത്തെ ജനൽ ചില്ലുകൾ തകർത്തപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് മുത്തശ്ശി അസ്ല. മുൻഭാഗത്തെ വാതിൽ തുറന്ന് കുട്ടിയെയും എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ അവിടെ നിന്നിരുന്ന മറ്റൊരു ആനയാണ് ഇവരെ ആക്രമിച്ചത്. താഴെ വീണ കുട്ടിയെ ചവിട്ടിയ ആന പിന്നീട് അസ്ലയെ തട്ടുകയും ചെയ്തു. ഇതിനിടെ പാട്ടകുട്ടിയും നിലവിളിച്ചും മാരിമുത്തു ശബ്ദമുണ്ടാക്കി. ഇതോടെ ആനക്കൂട്ടം പിൻവാങ്ങി. ദൂരെ നിന്നും മറ്റു തൊഴിലാളികൾ എത്തിയാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത്. ഹേമശ്രീ സംഭവസ്ഥലത്തും അസ്ല ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്.
ഗുരുവായൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. ക്ഷേത്ര പരിസരത്ത് കഴിയുന്ന ചാവക്കാട് മണന്തല കുന്നത്ത് നാരായണനാണ് തെരുവുനായയുടെ കടിയേറ്റത്. പടിഞ്ഞാറേ നടയിലെ ഗേറ്റിനു സമീപം നിൽക്കുമ്പോഴാണ് വലതുകാലിൽ നായ കടിച്ചത്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സ തേടി. ക്ഷേത്രനടയിലും പരിസരത്തും തെരുവുനായ ശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം തൈക്കാട് മേഖലയിൽ 12 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ മകനെയും ഈജിപ്ഷ്യൻ പൌരനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് അനിലക്കര പരാതി നൽകി. പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ, കേസിലെ 4ാം പ്രതിയായ ഈജിപ്ഷ്യൻ പൌരൻ ഖാലിദ് എന്നിവരെ അടിയന്തരമായി കസ്റ്റഡിയിലെടുക്കണമെന്നും അർഹമായ ശിക്ഷ ഇവർക്ക് നൽകണമെന്നുമാണ് ആവശ്യം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഡൽഹി എൻഫോഴ്സ്മെന്റ് ഡയറക്ടർക്കും കൊച്ചി അഡീഷണൽ ഡയറക്ടർക്കും കേന്ദ്ര ധനകാര്യ വകുപ്പ് റവന്യൂ വിഭാഗം സെക്രട്ടറിക്കുമാണ് അനിലക്കര ഇമെയിൽ മുഖാന്തരം പരാതി നൽകിയത്. മുഖ്യമന്ത്രിയുടെ മകന് നൽകിയ ED നോട്ടീസ് സൈറ്റിൽ ചെയ്തത് CPM BJP ബാന്ധവത്തിന്റെ ഭാഗമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചാവക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുമായി പിണറായി വിജയന് വലിയ ബന്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. പൂരം കലക്കിയതിനും തൃശൂരിൽ CPM BJPയെ സഹായിച്ചതിനും പിന്നിൽ മുഖ്യമന്ത്രിയുടെ മകന് ED നൽകിയ സമൻസാണോ എന്ന് VD സതീശൻ ചോദിച്ചു. സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രതിപക്ഷം ആരോപണം ശരിവെക്കുന്നതാണെന്ന് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട്. ചെന്നൈയിലേക്ക് അയച്ച ശില്പം വ്യാജമാണെന്നും യഥാർത്ഥ ശില്പം 1 കോടീശ്വരന് വിറ്റെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞങ്ങൾ എപ്പോഴും ആരോപിക്കുന്നത് CPM BJP ബാന്ധവം ശ്രീ അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുമായി മുഖ്യമന്ത്രി ഒരു ബന്ധം പുലർത്തുന്നുണ്ട്. അതിന് ചില ഇടനിലക്കാരുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ADGP അജിത് കുമാർ ഞാനാണ് ആരോപണം ഉന്നയിച്ചത്. RSS നേതാവിനെ കണ്ട കഴിഞ്ഞു. അത് പൂരം കലക്കിയ ആരോപണമുണ്ട്. ഇവിടെ BJPയെ തൃശ്ശൂരിൽ ജയിപ്പിക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു കൊടുക്കുന്നു. അതിൻ്റെയൊക്കെ പിന്നിൽ ഇതാണോ? ഇത് 2023 ഓർക്കണം. ഈ നോട്ടീസ് 24 തെരഞ്ഞെടുപ്പ്. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ ഗോകുൽ ചരിഞ്ഞു. 33 വയസ്സുള്ള കൊമ്പന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൊയിലാണ്ടിയിൽ ഉത്സവ എഴുന്നള്ളിപ്പിനിടെ കൂട്ടാനയുടെ കുത്തേറ്റതിനെ തുടർന്ന് അവശനായിരുന്നു. ഗോകുലിന്റെ വിയോഗത്തോടുകൂടെ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 35 കുറഞ്ഞു. അയ്യന്തോൾ കളക്ടറേറ്റ് പരിസരത്തെ പക്ഷിശല്യത്തെക്കുറിച്ച് പരിശോധിക്കുന്നതിനായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. അയ്യന്തോൾ ജനകീയ സമിതിയുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്ന ദേശാടന പക്ഷികളുടെ ഭീഷണിക്ക് ശാശ്വത പരിഹാരം കാണുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അയ്യന്തോൾ ജനകീയ സമിതി ആരോഗ്യമന്ത്രി വീണ ജോർജിന് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഏതാനും വർഷങ്ങളായി മഴക്കാലമായി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പക്ഷികൾ കളക്ടറേറ്റിനും കുട്ടികളുടെ പാർക്കിനും സമീപത്തെ മരച്ചിലകളിൽ കൂടുകൂട്ടുകയാണ്. കളക്ടറേറ്റിലേക്ക് നടന്നും ഇരുചക്രവാഹനങ്ങളിലും എത്തുന്നവരുടെ ദേഹത്തു മുഴുവൻ അവയുടെ കാഷ്ടം വീഴും. പക്ഷികളുടെ ചത്തുചീഞ്ഞ ജഡങ്ങളും വഴിയിൽ നിറയും. ഇതോടെ പരിസരം മുഴുവൻ ദുർഗന്ധം പരക്കും. പക്ഷികളുടെ കാഷ്ടത്തിന്റെ പൊടികൾ കാറ്റിൽ വ്യാപിക്കുന്നതും ശ്വസിക്കുന്നതും പലവിധ രോഗങ്ങൾ പരത്തുന്നതിന് ഇടവരുത്തുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഫുട്പാത്ത് ആളുകൾക്ക് നടക്കുവാൻ പോലും സാധിക്കാത്ത വിധം മലിനമാണ്. സീസൺ കാലത്ത് പക്ഷികൾ കൂടുകൂട്ടുന്ന കളക്ടറേറ്റിന് സമീപത്തെ പാഴ്മരങ്ങളുടെ ഏതാനും ചില്ലകൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മുറിച്ചുമാറ്റിയിരുന്നെങ്കിലും ഈ സീസണിലും പക്ഷികളുടെ ശല്യം കുറഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പ്രശ്നത്തിൽ വിദഗ്ധരെ കൊണ്ട് പഠനം നടത്തി വിഷയത്തിൽ ശാസ്ത്രീയ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ആരോഗ്യമന്ത്രിക്ക് അയ്യന്തോൾ ജനകീയ സമിതി കൺവീനർ ജെയിംസ് മുട്ടിക്കലിന്റെ നേതൃത്വത്തിൽ നൽകിയ നിവേദനത്തിലെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ മുക്കാട്ടുകരയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. പൈപ്പ് പൊട്ടിയിട്ട് ദിവസങ്ങളായെങ്കിലും അധികൃതരാരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം. മണ്ണുത്തി നെല്ലങ്കര തൃശൂർ റോഡിൽ മുക്കാട്ടുകര പള്ളിക്ക് സമീപമുള്ള റോഡിലാണ് കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം ചീറ്റിയൊഴുകുന്നത്. റോഡിലൂടെ പോകുന്ന വാഹനയാത്രക്കാരുടെ ദേഹത്തേക്ക് വെള്ളം തെറിക്കാതിരിക്കാൻ പ്രദേശവാസികൾ കല്ല് വെച്ച് നിയന്ത്രിച്ചിരിക്കുകയാണ്. മേയറും കൗൺസിലർമാരും ടൂറിലായതിനാൽ പരാതി പറഞ്ഞിട്ടും ഉദ്യോഗസ്ഥരാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. 4 മാസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ കലുങ്കിന്റെ ഭിത്തി ട്രെയിലർ ലോറി ഇടിച്ച് തകർന്നെങ്കിലും ഇനിയും ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല. കലുങ്കിന്റെ ഇരുവശങ്ങളിലും ടാർ വീപ്പ വെച്ച് റിബൺ കെട്ടിയാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്.
ദിനംപ്രതി സ്കൂൾ വാഹനങ്ങളടക്കം നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ അപകടങ്ങളും ഗതാഗതക്കുരുക്കും പതിവാണ്. TCV തൃശൂർ. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 40,000-ഓളം രൂപ കവർന്നു. സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിലെ പ്രിൻസിപ്പലിന്റെ മുറിയുടെ പൂട്ട് തകർത്താണ് മോഷണം നടന്നിട്ടുള്ളത്. വാതിലിന്റെ 2 പൂട്ടുകളും തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് മേശയിൽ ഉണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് അലമാര തുറന്നാണ് പണം കവർന്നത്. രാവിലെ സ്കൂൾ ജീവനക്കാർ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു അന്വേഷണം ആരംഭിച്ചു. ചാരിറ്റി ബോക്സ് മോഷ്ടിച്ച് ചാഴൂർ സ്വദേശി കോഴിക്കോട് പിടിയിൽ. സന്തോഷാണ് അറസ്റ്റിലായത്. പ്രതി കവർച്ചയ്ക്കിറങ്ങുന്നത് മോഷണത്തിനുള്ള ലിസ്റ്റ് തയ്യാറാക്കിയാണെന്ന് പോലീസ് പറഞ്ഞു. ശാസ്ത്ര കൗതുകത്തിന്റെ കാഴ്ചയൊരുക്കി കൊടുങ്ങല്ലൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി. E.T. ടൈസൺ MLA മേള ഉദ്ഘാടനം ചെയ്തു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P. മൊയ്തീൻകുട്ടി ശാസ്ത്രോത്സവ സന്ദേശം നൽകി. അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, IMUP സ്കൂൾ, GUP സ്കൂൾ എന്നിവിടങ്ങളിലാണ് ശാസ്ത്രോത്സവം നടക്കുന്നത്. പ്രവൃത്തി പരിചയമേള, ഗണിതശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, IT മേള എന്നീ 5 വിഭാഗങ്ങളിൽ 261 ഇനങ്ങളിലായി 3152 കുട്ടികൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. മുല്ലശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് ഏനമാവിൽ തുടക്കമായി. 2 ദിവസം നീണ്ടുനിൽക്കുന്ന ശാസ്ത്രോത്സവം ഏനമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ, സെന്റ് മേരീസ് LP സ്കൂൾ എന്നിവിടങ്ങളിലായാണ് നടക്കുന്നത്. 42 വിദ്യാലയങ്ങളിൽ നിന്ന് 1500-ൽ പരം ശാസ്ത്ര പ്രതിഭകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുരളി പെരുന്നല്ലി MLA കലോത്സവം ഉദ്ഘാടനം ചെയ്തു. വെങ്കിടം പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടകൻ അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ, ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുംപുറം, ജനപ്രതിനിധികളായ AT അബ്ദുൾ മജീദ്, ഗ്രേസി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. പാലപ്പിള്ളി റോഡിൽ പള്ളിക്കുന്ന് മുതൽ വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷൻ വരെയുള്ള ഭാഗത്ത് റോഡിന്റെ വശങ്ങളിൽ കാട് വളർന്നു നിൽക്കുന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാൽനടയാത്രക്കാർക്ക് വലിയ ദുരിതമാണ് നേരിടുന്നത്. 2 വലിയ വാഹനങ്ങൾ വന്നാൽ മിക്കയിടങ്ങളിലും വശത്തേക്ക് മാറി നിൽക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. റോഡരികിലെ പൊന്തക്കാടുകൾ വെട്ടി സുരക്ഷിതമാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി. പഴയന്നൂർ പഞ്ചായത്തിലെ കാർഷിക മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള നടപടി തുടങ്ങി. കർഷകനായ T. രാംകുമാർ പഞ്ചായത്തിൽ നൽകിയ പരാതിയെ തുടർന്നാണ് പന്നികളെ വെടിവെക്കുവാൻ അനുമതി നൽകിയത്. 3 പീടിക ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെയും റോഡ് ടാറിംഗ് നടത്തി എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. ദേവമംഗലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് 3 പീടികയിൽ സമാപിച്ചു. പ്രതിഷേധ യോഗത്തിൽ ER ജോഷി അധ്യക്ഷത വഹിച്ചു. TV സുരേഷ് ബാബു, മുഫ്തിക്കർ അഹമ്മദ്, നൌഷാദ് 3 പീടിക തുടങ്ങിയവർ സംസാരിച്ചു. പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം പൂങ്കുന്നം സീതാറാം ടെക്സ്റ്റൈൽസിന്റെ 2ാം ഘട്ട നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും കമ്പനി വക ഭൂമി അർഹരായ കൈവശക്കാർക്ക് തീരാധാര കൈമാറ്റ ചടങ്ങും നടന്നു. വ്യവസായ മന്ത്രി P. രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. MLA P. ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മേയർ MK വർഗീസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ഇൻഡസ്ട്രീസ് ഓഫീസർ ആനി ജൂല തോമസ്, BPT ചെയർമാൻ അജിത് കുമാർ, MK കണ്ണൻ, സീതാറാം ടെക്സ്റ്റൈൽസ് MD ഡോക്ടർ KS കൃപകുമാർ സംസാരിച്ചു. കോർപ്പറേഷനും ഫോമിലും ഇപ്പോൾ ഒന്നിച്ചായി ഈ സംഘം
മൂന്നാമതായി പെട്ടെന്ന് വന്നത് നാഷണലിലേക്ക് എത്തും. ഇത് രണ്ട് സ്വഭാവമാണ്. നമ്മുടെ സൊസൈറ്റി വേറെ സ്വഭാവമാണ്. അതൊഴികെ ബാക്കിയെല്ലാം ഇപ്പോൾ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ട പ്രശ്നം, നമ്മൾ പഞ്ഞി വാങ്ങിക്കണം. പഞ്ഞി വാങ്ങിക്കാൻ നിങ്ങളുടെ പ്രപ്പോസൽ വന്ന് അംഗീകരിച്ച് ഗവൺമെൻറ് തലത്തിലെത്തി ഫിനാൻസിൽ പോയി ഫണ്ടൊക്കെ അനുവദിച്ച് വരുമ്പോഴേക്കും വയലാർ അവാർഡ് നേടിയ ഇ സന്തോഷ് കുമാറിനെ CPM അഭിനന്ദിച്ചു. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ സന്തോഷ് കുമാറിനെ ഷാളണിയിച്ച് ആദരിച്ചു. CPM മണ്ണുത്തി ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടൂർ മിനി എസ്റ്റേറ്റ് പ്രദേശത്തെ കുടിവെള്ള മലിനീകരണ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജനകീയ കുടിവെള്ള സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി. മിനി എസ്റ്റേറ്റിന് മുന്നിൽ നടന്ന ഉപരോധ സമരം ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കമ്മിറ്റി അംഗം റഷീദ് കാറളം ഉദ്ഘാടനം ചെയ്തു. സമിതിയുടെ പ്രസിഡന്റ് അരുൺ പൻപറമ്പിൽ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗം മോളി പിയൂസ്, കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം പ്രസിഡന്റ് AP വിൽസൺ, BJP പ്രതിനിധി ആശിഷ, ആം ആദ്മി പ്രതിനിധി വർഗീസ് എന്നിവർ സംസാരിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. അർബുദത്തെ തുടർന്ന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിച്ച കോടശ്ശേരിയിലെ 11-കാരൻ നവനീതിന്റെ ചികിത്സാർത്ഥം ചാലക്കുടിയിൽ സ്വകാര്യ ബസ്സുകൾ കാരുണ്യോട്ടം സംഘടിപ്പിച്ചു. ചാതേലി ഗ്രൂപ്പിന്റെ 3 ബസ്സുകളാണ് നവനീത് ചികിത്സാർത്ഥം സർവീസ് നടത്തിയത്. യാത്രക്കാർ നൽകുന്ന ടിക്കറ്റ് ചാർജും അധികം സഹായധനവും മൊത്തമായി ഫണ്ടിലേക്ക് നൽകും. ചാലക്കുടി സൌത്ത് ബസ് സ്റ്റാൻഡിൽ കാരുണ്യയാത്ര സനീഷ് കുമാർ ജോസഫ് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ജനറൽ കൺവീനർ ശിവൻ ഈശ്വരത്ത് സംസാരിച്ചു. സമിതി ചെയർമാൻ PC നിഖിലന്റെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിൽ പ്രത്യേകം കൌണ്ടർ തുറന്ന് സംഭാവനകൾ സ്വീകരിച്ചു. ഇടപ്പള്ളി അമൃത ആശുപത്രിയിൽ കഴിയുന്ന നവനീതിന്റെ ശസ്ത്രക്രിയയ്ക്ക് 70 ലക്ഷം രൂപയാണ് ആവശ്യം. ദേശമംഗലം വറവട്ടൂരിലെ വാടക വീട്ടിൽ വയോധികനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വല്ലപ്പുഴ മട്ടായ മേനകത്ത് വീട്ടിൽ 49 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. മരം കയറ്റ തൊഴിലാളിയായ ഇയാൾ 5 മാസത്തോളമായി വാടക വീട്ടിൽ കഴിയുകയായിരുന്നു. ചെറുതുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം സേവ്യർ ചിച്ചിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് NK പ്രമോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും ബ്രാഞ്ചും അതുമായി ആറ്റത്ര സീനിയർ CLCയുടെയും ധന്വന്തരി ആയുർവേദ ഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് പള്ളി വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. ആറ്റത്ര സീനിയർ CLC പ്രസിഡന്റ് സജി AJ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ CM ശ്രീകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് കൊടകര മണ്ഡലം 19-20 വാർഡ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി A പ്രസാദ്, ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി നാരായണൻകുട്ടി, INTUC ജില്ലാ സെക്രട്ടറി MK ഷൈൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ജോയ് ചെമ്പകശ്ശേരി എന്നിവർ സംസാരിച്ചു. വേലൂരിൽ ശബരിമല സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ
ഭക്തജന സംഗമയാത്ര നടത്തി. കുറുമാൽ കറവത്തൂർ ശ്രീരാമക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച സംഗമയാത്ര വേലൂർ കാർത്യാനി ദേവി ക്ഷേത്രത്തിൽ സമാപിച്ചു. ക്ഷേത്രമുതലുകൾ സംരക്ഷിക്കപ്പെടണമെന്നും ആചാരങ്ങൾ പാലിക്കപ്പെടണമെന്നും ആവശ്യപ്പെട്ടാണ് ഭക്തജനയാത്ര നടത്തിയത്. സമാപന സമ്മേളനം രാഷ്ട്രീയ സ്വയം സേവക സംഘം വിഭാഗ് പ്രചാർ പ്രമുഖ് PG കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശബരിമല സംരക്ഷണ സമിതി കൺവീനർ സനിൽകുമാർ വേലൂർ അധ്യക്ഷത വഹിച്ചു. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതിൽ പ്രതിഷേധിച്ച് ഭക്തജന സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര കവാടത്തിൽ ധർണ നടത്തി. ഭക്തജന സമിതി കമ്മിറ്റി അംഗം രവി പാലത്തുങ്ങുഴി ധർണ ഉദ്ഘാടനം ചെയ്തു. സമിതി അംഗങ്ങളായ സുഭാഷ് രഘുനാഥ്, പ്രസീന ഉണ്ണികൃഷ്ണൻ, കാർത്തിയാനി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓട്ടുപാറ ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ 45ാമത് വാർഷിക സമ്മേളനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി CPI ഓഫീസ് ഹാളിൽ സംഘടിപ്പിച്ച വാർഷിക സമ്മേളനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് VS സുനിൽകുമാറും കുടുംബസംഗമം CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദനും ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ MR സോമനാരായണൻ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാവ് അജിത് കുമാർ മല്ലയ, ആക്സ് പ്രസിഡന്റ് VV ഫ്രാൻസിസ്, യൂണിയൻ പ്രസിഡന്റ് MR സോമനാരായണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രവാസ ലോകത്തെ ചേലക്കര പ്രവാസി കൂട്ടായ്മയുടെ ചേലൊണ്ണ വേദിയിൽ അരങ്ങേറിയ കാളപ്പാട്ട് ശ്രദ്ധേയമായി. ചേലക്കരയുടെ പാടശേഖരങ്ങളിലെ നാട്ടുപാട്ടിന്റെ ഉണർവുമായും കർഷക ജീവിതത്തിന്റെ ചൂടുമായും നിറഞ്ഞ കാളപ്പാട്ട് ദുബായിലെ വേദിയെ അവിസ്മരണീയമാക്കി. മക്കളാണ് ഓമന മക്കള് ഞങ്ങളാണ്, ഞങ്ങൾ കേറും മുല്ലപ്പന്തൽ പോടി മാറിക്കേ എന്നാലൊന്ന് കേട്ടാ മണ്ണ് ഞാനൊന്ന് പറയണ കേക്ക്, ഞങ്ങളോട് മുട്ടിക്കടിക്കാൻ മറ്റാരില്ല വിടേ നാടിപ്പാറ പിറവി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് VS സുബീഷ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി NS വിദ്യാധരൻ, നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ, PK കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. തെക്കുംകര പഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. സേവ്യർ ചിച്ചിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കൈവരിച്ച വികസന നേട്ടങ്ങളുടെ ഫോട്ടോ, വീഡിയോ പ്രദർശനവും K-സ്മാർട്ട് ക്ലിനിക്കും ഒരുക്കിയിരുന്നു. വികസന രേഖാ പ്രകാശനവും നടന്നു. വിവിധ മേഖലകളിലുള്ളവരെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TB സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഒരു ഘട്ടം ഇവിടെ സദസ്സിലും അതുപോലെ കാര്യങ്ങൾ ഇപ്പൊ റോഡ് ഇതെല്ലാം നടന്നത് ഈ 4-4.5 കൊല്ലത്തിന്റെ ഇടയിലാണ്. ആ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഭരണസമിതിയും ജനപ്രതിനിധികളും നടത്തുന്ന വലിയ ഇടപെടൽ, ഇതിൻ്റെ ഒരു ചിത്രം ഞാൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഇനിയും 1-2 പുറംപോക്കുകളുടെ ഇഷ്യൂവും അതുപോലെ തന്നെ വനഭൂമി, പിന്നെ അമേരിക്കയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി നാട്ടിക സ്വദേശിനി അഭിരാമി ഹരിലാൽ. പിറ്റ്സ്ബർഗിലുള്ള കാർണേഗി മെല്ലൻ സർവകലാശാലയിൽ നിന്നും ഫിസിക്സിലാണ് അഭിരാമി ഹരിലാൽ PhD ബിരുദം നേടിയത്. PB ഹരിലാൽ ഡോക്ടർ സുരജ ഹരിലാൽ ദമ്പതികളുടെ മകളാണ്. കണികാ ഭൗതികശാസ്ത്ര മേഖലയിലാണ് അഭിരാമിയുടെ ഗവേഷണം. എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നടത്തി. ബ്ലോക്ക് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TP രാജഗോപാൽ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി, ഹെൽത്ത് സൂപ്പർവൈസർ VJ ജോബി തുടങ്ങിയവർ പങ്കെടുത്തു.
അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും സ്വാന്തനം ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. NDA സംസ്ഥാന വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് MR വിശ്വൻ അധ്യക്ഷത വഹിച്ചു. സ്വാന്തനം കൺവീനർ സുധീഷ് മേനോത്ത് പറമ്പിൽ, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, BJP തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രവീൺ പറങ്ങനാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. മാള വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ റൈഫിൾ ഷൂട്ടിംഗ് മത്സരം കുഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. മത്സരങ്ങളുടെ ഉദ്ഘാടനം കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ നിർവഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് സ്വാതി കൃഷ്ണ അധ്യക്ഷയായി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PS സന്തോഷ് കുമാർ സംസാരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച വിദ്യാർത്ഥിനികളെ മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. സെന്റ് തോമസ് കോളേജ് KSU യൂണിയൻ മാഗസിൻ എഡിറ്റർ ജ്യോതിക, ഒറ്റപ്പാലം NSS കോളേജ് യൂണിയൻ ചെയർമാൻ ചൈതന്യ, IHRD കോളേജ് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ലിജിത ശൈലേഷ് എന്നിവരെയാണ് അനുമോദിച്ചത്. യോഗം ബ്ലോക്ക് പ്രസിഡന്റ് ബീന സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉഷാ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,495 രൂപ, പവന് 91,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. കേരള വനിതാ സംരംഭക കോൺക്ലേവ് തൃശൂരിൽ നടന്നു. വനിതാ വ്യവസായ സംരംഭകർക്ക് മാത്രമായി സംസ്ഥാനത്ത് പിങ്ക് പാർക്കുകൾ തുടങ്ങുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ്. വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ മുത്തശ്ശിക്കും പേരക്കുട്ടിക്കും ദാരുണാന്ത്യം. 2.5 വയസ്സുകാരി ഹേമശ്രീ, മുത്തശ്ശി അസ്ല എന്നിവരാണ് മരിച്ചത്. ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ശ്രമത്തിനിടെ കാട്ടാന ചവിട്ടുകയായിരുന്നു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ മകനെതിരെ പരാതിയുമായി അനിൽ അഖര. കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് EDക്ക് കത്ത് നൽകി. മുഖ്യമന്ത്രിയുടെ മകന് നൽകിയ ED നോട്ടീസ് സെറ്റിൽ ചെയ്തത് BJP CPM ബന്ധത്തിന്റെ ഭാഗമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ ഗോകുൽ ചരിഞ്ഞു. കൊയിലാണ്ടിയിൽ ഉത്സവ എഴുന്നള്ളിപ്പിനിടെ കൂട്ടാനയുടെ കുത്തേറ്റതിനെ തുടർന്ന് അവശയായിരുന്നു. അയ്യന്തോൾ കളക്ടറേറ്റ് പരിസരത്തെ പക്ഷിശല്യത്തെക്കുറിച്ച് പരിശോധിക്കുന്നതിനായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. അയ്യന്തോൾ ജനകീയ സമിതിയുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. തൃശൂർ മുക്കാട്ടുകരയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ദിവസങ്ങളേറെയായിട്ടും നടപടി സ്വീകരിക്കാതെ അധികൃതർ. പ്രതിഷേധവുമായി നാട്ടുകാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.